സോ ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ചയല്ല, നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചെറിയ കമ്പാരിസനാണ്. അത് നമ്മുടെ പുതിയ സിറിയുടെ ഇത് iOS 13 ഞാനിവിടെ റൺ ചെയ്യുന്നത് എൻ്റെ iPhone XS ഞാൻ റൺ ചെയ്യുന്നത് iOS 13 ആണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ 8+ ആണ്, iPhone 8+. ഇതിൽ ഞാൻ റൺ ചെയ്യുന്നത് iOS 12.4.1 ആണ്. അപ്പോൾ ഇതിൽ രണ്ടിലുള്ള സിറി കമ്പാരിസനാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു വെറൈറ്റി ടെസ്റ്റ് ആയിരിക്കും, സിറി വെച്ചുള്ള കമ്പാരിസൺ. അപ്പോൾ ഇതെന്തായാലും ആദ്യമായിട്ടായിരിക്കും സിറി വെച്ചുള്ളൊരു കമ്പാരിസൺ ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യാനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമുക്കറിയാം iOS 13 നമുക്ക് iOS 13 റിലീസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചുള്ള സിറിയാണ് iOS 13 അതായത് നേരത്തെ സിറി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുള്ളിക്കാരത്തിൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ആ റെക്കോർഡഡ് വോയിസിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു നമുക്ക് iOS 12 വരെയുള്ള സിറി റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വോയിസ് ക്ലിപ്പുകൾ കുറേ ആയിരക്കണക്കിന് ക്ലിപ്പുകൾ സിങ്ക് ചെയ്തിട്ടുള്ള ഒരു രീതിയിലായിരുന്നു സിറിയുടെ വോയിസ് വർക്കായിക്കൊണ്ടിരുന്നത്. അപ്പം iOS 13 വന്നപ്പോൾ അത് എൻറ്റയർലി ചേഞ്ച് ചെയ്തേക്കാണ്. ഇത് മൊത്തം മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് മാത്രം ചെയ്തിരിക്കുന്ന ഒരു സിറിയാണ്. എൻറ്റയർ മൊത്തത്തിലുള്ള ഒരു അഴിച്ചുപണി നടത്തി ആപ്പിൾ സിറിയിൽ. അങ്ങനെ ഈ സൗണ്ട് ഇപ്പം നമ്മൾ iOS 13 കേൾക്കുന്ന സിറിയുടെ സൗണ്ട് എന്ന് പറയുന്നത് 100% പ്യുവർ മെഷീൻ ലേണിങ്ങിൻ്റെ സപ്പോർട്ടോടെ കേൾക്കുന്ന സൗണ്ട് അല്ലെങ്കിൽ വോയിസ് ആണ് സിറിക്കുള്ളത്. അപ്പം iOS 12 ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആയിരക്കണക്കിന് ക്ലിപ്പുകൾ ചേർത്തുണ്ടാക്കിയ സ്ട്രീം ചെയ്തുണ്ടാക്കിയ ആ ഒരു വോയിസ് ആണ്. ഇതിൽ 100% പ്യുവർ മെഷീൻ ലേണിംഗ് സൗണ്ട്. അപ്പോൾ ഏതിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഡെഫിനിഷനും സ്മൂത്ത്നെസ്സും കാണാൻ കഴിയുന്നത് എന്ന് നമുക്ക് ഈ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടുനോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും തീർച്ചയായും താഴെ പോയി കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സിറി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സിറി ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഒരു വെറൈറ്റി രീതിയിലുള്ള വീഡിയോ ആണിത്. അപ്പം നിങ്ങൾ കമൻറ്റ് താഴെ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് അറിയാൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ വീഡിയോനെ കാണുക. സോ ഈ വീഡിയോ തുടങ്ങുന്ന മുമ്പ് എൻ്റെ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. കാരണം ഞാൻ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കാൻ വേണ്ടിയാണ്. സോ വിതൗട്ട് എനി ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് അറ്റ് എ ടൈം സിറി രണ്ടും പ്ലേ ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹേയ് സിറി, സോ ഇതാണ് ഇഷ്യൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോൺ മാറ്റി വെച്ച് അപ്പം ഞാൻ ഈ ടെസ്റ്റ് നടത്തുമ്പോൾ അറ്റ് എ ടൈം ഒരു സിറി ഉപയോഗിക്കത്തുള്ളൂ. നമ്മൾ രണ്ട് സിറിനെയും കൂടെ ഉപയോഗിക്കുന്നില്ല. അപ്പം ഞാനിത് കമഴ്ത്തി വെക്കുമ്പോൾ മൈക്രോഫോൺ അത്രയും റീച്ച് ചെയ്യുന്ന ഔട്ട് വെളിയിൽ നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫോൺ കമഴ്ത്തി വെക്കുന്നത്. അപ്പോൾ നമുക്കിനി സമയം കളയാതെ ഈ ഒരു ടെസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് നടത്തുന്നത് നമുക്ക് iOS 12 തന്നെ ആകാം. അപ്പം ആദ്യത്തെ ടെസ്റ്റ് ഇതിൽ തന്നെ നടത്താം. ഞാൻ ഫോൺ കമഴ്ത്തി വെക്കുവാണ് ഇവിടെ. അപ്പം ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് Hey Siri. Yes. How are you? I'm fine. Thanks for asking. Hey Siri. I'm listening. How are you? I'm fine. Thanks for asking. Hey Siri. How is the weather today? It's currently cloudy and 26 degrees in Kottayam. Expect rain and thunderstorms starting in the morning with mixed conditions for the rest of the day. Today's high will be 32 degrees and the low will be 25. നിങ്ങൾ ആ ഒരു പ്രൊനൗൺസിയേഷൻ കേട്ട് കാണുമായിരിക്കും. കോട്ടയം എന്നൊക്കെ ഉള്ളത് പ്രൊനൗൺസ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കേട്ട് കാണും. Hey Siri. How is the weather today? It's currently cloudy and 26 degrees in Kottayam. Expect cloudy skies starting early in the morning and thunderstorms in the morning with mixed conditions for the rest of the day. Today's high will be 32 degrees and the low will be 25. Okay. Entirely ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നി. കാരണം ആദ്യം ഞാൻ iOS 12 ഈ സെയിം റീസൺ ഞാൻ ചോദിച്ചപ്പം, ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം ഇത് റെസ്പോണ്ട് ചെയ്ത ആ ഒരു വോയിസ് നിങ്ങൾക്കിപ്പം ഏകദേശം ഡിഫറൻസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു നോക്കാം. അപ്പം ഇതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമാകും. അപ്പം നമുക്ക് ഇച്ചിരി കൂടെ ഭേദപ്പെട്ട റിസൾട്ടിന് വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. സിറിയുടെ സെറ്റിങ്സിനകത്ത് പോയിട്ട് ഈ ലാംഗ്വേജ് കിടക്കുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷാണ്. നിങ്ങൾ ഇതുവരെ ഇന്ത്യൻ ഇംഗ്ലീഷിലേക്ക് ചേഞ്ച് ചെയ്തില്ല. അമേരിക്കൻ ഇംഗ്ലീഷിലാണ് കിടക്കുന്നെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് ഇന്ത്യൻ ഇംഗ്ലീഷിലേക്ക് ആക്കുക. Hey Siri, send a message to Milan. What do you want
Hey buddy, how are you doing? I hope you're holding well. Your message to Milan says, "Hey buddy, how are you doing? I hope you're holding well." Ready to send it? Cancel it. Okay, let me know if there's anything else you need. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മെസ്സേജ്. ഇനി നമുക്ക് iOS 13 ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. Hey Siri, send a message to Milan. What do you want to say? Hey buddy, how are you? I hope you're holding well. Your message to Milan says, "Hey buddy, how are you? I hope you're holding well." Ready to send it? Send it. Okay, it's sent. അപ്പം ഇതിനകത്ത് നമുക്കിപ്പം വ്യത്യാസം എന്തായാലും മനസ്സിലായി കാണും. ആ ഒരു പ്രൊനൗൺസിയേഷൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും. iOS 13ലും 12ലും തമ്മിലുള്ള വ്യത്യാസം. ഇത് പ്യുവർ കമ്പ്യൂട്ടേഷണൽ പവറിലാണ് ഈ ഒരു സിറി വർക്ക് ചെയ്യുന്നത്. അതേസമയം iOS 12ലുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പല ക്ലിപ്പുകളുടെ ഓഡിയോ ക്ലിപ്പുകളുടെ ഒരു സമാഹരണമാണ്. അങ്ങനെയാണ് അത് വർക്കാകുന്നത്. അപ്പം എന്തായാലും ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പം നമുക്ക് ഇനി ഒരു ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. Hey Siri, tell me a joke. When someone tells me to stop acting like a flamingo, that's when I put my foot down. Hey Siri, who was the second president of India? The second president of India was Sarvepalli Radhakrishnan from May 13th, 1962 to May 13th, 1967. ഓക്കെ, നമുക്ക് ഇത് ഈ സെയിം ക്വസ്റ്റ്യൻ ഇനി iOS 12 ചോദിച്ചു നോക്കാം. Hey Siri, tell me a joke. Does anyone want to buy my old vacuum cleaner? It's just gathering dust. Who was the second president of India? The second president of India was Sarvepalli Radhakrishnan from the 13th of May 1962 to the 13th of May 1967. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ആ ഒരു സിറിയുടെ ഡെഡിക്കേഷൻ മനസ്സിലാക്കണം. ഇനി നമുക്ക് ഈ സിറീനെ ഇച്ചിരി കൂടെ എൻ്റെ ദൈവമേ, അപ്പം ഒന്നും പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥ. അപ്പം നമുക്കിനി ഈ ഒരു സാധനത്തെ ഇച്ചിരി കൂടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി ലെവലിൽ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. Hey Siri, remind me to take the receipt today morning 7 a.m. Okay, your reminder is set for this morning. ഓക്കെ, അങ്ങനെ നമുക്ക് സിറീനെ ഒരു സ്കെഡ്യൂൾ, അതായത് റിമൈൻഡേഴ്സ് ആപ്പിനകത്ത് ഒരു സ്കെഡ്യൂൾ ഞാൻ ആഡ് ചെയ്തേക്കുവാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതേ സെയിം ടാസ്ക് iOS 12 നമുക്ക് ചെയ്ത് നോക്കാം. Hey Siri, remind me to take a receipt today morning 7 a.m. Okay, I added take a receipts to your reminders for today at 7 a.m. അപ്പോൾ ആ ബേസിക് ടാസ്ക് ഒക്കെ നമുക്ക് ഏകദേശം സെയിം ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു iOS 12 ഇച്ചിരി കൂടെ ഫാസ്റ്റാന്ന് തോന്നുന്നു. കാരണം iOS 13 ചിലപ്പം ബഗ്ഗി ആകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു iOS 13 റിലീസ് ചെയ്തോളൂ ഇന്നലെ, അതുകൊണ്ട് തന്നെ ധാരാളം ബഗ്ഗുകൾ സ്റ്റിൽ റിമൈനിങ് ആണ്. iOS 13 ഇച്ചിരി ബഗ്ഗി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് iOS സിറി പെർഫോം ചെയ്യുന്നത്. കാരണം ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പം സിറി എന്ന് വിളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞ് വരും, പക്ഷേ ചില സമയങ്ങളിൽ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല നമ്മൾ പറയുന്ന കമാൻഡും. അതുപോലെ തന്നെ വിളിച്ചാൽ തന്നെ ഇങ്ങനെ ആ ഒരു ആനിമേഷൻ വന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ യാതൊരു റെസ്പോൺസും ഇല്ല. അപ്പം എന്തായാലും iOS 13 സിറി അടിപൊളിയാണ്. വോയിസും അതുപോലെ തന്നെ പ്രൊനൗൺസിയേഷനും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ബഗ്ഗിങ്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾ സിറി ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. മാക്സിമം നിങ്ങൾ ഐഫോണിൻ്റെ ഫീച്ചേഴ്സ് യൂട്ടിലൈസ് ചെയ്ത് ഫോൺ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഡിവൈസ് കൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളൂ. സോ തീർച്ചയായിട്ടും ഞാൻ ഇതിനെപ്പറ്റിയുള്ള ഓരോ വീഡിയോസും ഓരോ ഫീച്ചേഴ്സിനെ പറ്റിയുള്ള സ്പെസിഫിക് വീഡിയോസും സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഫണ്ണി വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല, ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ എനേബിൾ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ചാനലിലെ പേജ് ഫോളോ ചെയ്യുക. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ വൺസ് അഗെയിൻ ദിസ് ഇസ് മിലൻ. Catch you guys in the next video. Till then, hey Siri, good night. Good night to you too.
താങ്ക് യു.